നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചട്നിയുടേതാണ്. നമ്മൾ ഉത്സവപ്പറമ്പുകളിലും ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ബജി, മുളക് ബജിയുടെയും ഉള്ളി ബജിയുടെ കൂടെ ഒക്കെ കിട്ടുന്ന ഒരു ചട്നി ഉണ്ടല്ലോ, ആ ചട്നിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുകയാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഒന്ന് ചെറുതായിട്ട് ചുമന്ന് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉള്ളി നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നന്നായിട്ട് പഴുത്ത ഒരു തക്കാളിക്ക കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വലിയ തക്കാളിക്കാണെങ്കിൽ അരമുറി ചേർത്താൽ മതി. ഇത് ഒരു ചെറിയ തക്കാളിക്ക ആയതുകൊണ്ടാണ് ഒരെണ്ണം ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ വിനാഗിരിയാണ്. വിനാഗിരിക്ക് പകരം പുളി ചേർത്താലും മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ തട്ടുകടയിലും ഉത്സവപ്പറമ്പിലും ഒക്കെ ലഭിക്കുന്ന ബജി ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.